ഇന്നത്തെ വീഡിയോ മൈക്രോസോഫ്റ്റ് എക്സൽ അഥവാ MX എക്സലിനെ പറ്റി ഒരു ചെറിയൊരു പരിചയപ്പെടുത്തലാണ്. ഇതൊരു MX എക്സലിൻ്റെ ഒരു പേജാണ്. ഈ കാണുന്നതൊക്കെ സെല്ലുകളാണെന്ന് പറയും. ഈ കാണുന്ന സെല്ലുകൾക്കൊക്കെ സെൽ അഡ്രസ്സ് ഉണ്ട്. ഓരോ സെല്ലിനും സെൽ അഡ്രസ്സ് ഉണ്ട്. എക്സാമ്പിൾ ഈ സെൽ അഡ്രസ്സ് നമുക്ക് ഇവിടെ നെയിം ബോക്സ് കാണാം. ഈ സെല്ലിൻ്റെ സെൽ അഡ്രസ്സ് A1 ആണ്, അടുത്തത് B1 ആണ്, C1 ആണ്. ഇനിയിപ്പം ഇത് A2 ആണ്. ഈ സെൽ അഡ്രസ്സ് ഈ നെയിം ബോക്സ് കാണാം. ഇവിടെ നെയിം ബോക്സ് ഉണ്ട്, A2 ആണ്. അത് ഈ 1 2 3 1 2 3 4 5 ഈ കാണുന്നതൊക്കെ സീരിയൽ നമ്പറിലായിട്ട് വരുന്നത് റോ എന്ന് പറയും. ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അഞ്ചാമത്തെ റോ. അതേപോലെ തന്നെ ABCD ഈ കണ്ടിന്യൂ ആയി പോകുന്ന ഇത് കോളമാണ്. A കോളം, B കോളം, C കോളം, D കോളം, E കോളം, ഇതൊക്കെ കോളം എന്ന് പറയും. ഇത് താഴെ നമുക്ക് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ കാണാം. ഇത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറാണ്. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും സ്ക്രോൾ ബാർ കാണാം. പിന്നെ ബുക്ക് 1 മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തിന് ടൈറ്റിൽ ബാർ എന്ന് പറയും. പിന്നെ ഇത് ഷീറ്റാണ്. ഇത് ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ് പ്രധാനപ്പെട്ടതാണ്. ഈ ഷീറ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ്, അടുത്തത് പ്ലസ് ചിഹ്നത്തുമ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡായിട്ട് വരും. ഇത് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റ്. ചെറിയൊരു വർക്ക് നമുക്ക് ചെയ്യാം. ഇതിൽ ചെറിയൊരു വർക്ക് നമുക്ക് നോക്കാം. 1 2 3 4 ഈ ഒരു സീരിയൽ നമ്പർ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് വരും. ഇപ്പം 21 വരെ കണ്ടിന്യൂ ആയിട്ട് വന്നു. ഇത് നമുക്ക് ഇപ്പോൾ 2 4 6 അങ്ങനെ കൊടുക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മനസ്സിലാവും ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടതെന്നുള്ളത്. ആ രീതിയിൽ ഇൻക്രിമെൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ 2 4 6 8 അങ്ങനെയാണ് വന്നത്. ഇനിയിപ്പം 10 20 30 ആ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ വരും. എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ ഇൻക്രിമെൻ്റ് ആയിട്ട് വരും. രണ്ടെണ്ണം കൊടുക്കുമ്പം നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് സിസ്റ്റത്തിന് മനസ്സിലാവും. ആ രീതിയിൽ നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് വരും ഡ്രാഗ് ചെയ്യുമ്പോൾ. ഇനിയിപ്പം ജനുവരി ഫെബ്രുവരി അങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെയും വരും. ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കണ്ടിന്യൂ ആയിട്ട് വന്ന്. ഇനി നമ്മൾ സൺഡേ മൺഡേ അങ്ങനെയാണ് കൊടുക്കുന്നെങ്കിൽ സൺഡേ മൺഡേ ആ രീതിയിലാണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് നോക്കാം. സൺഡേ മൺഡേ ഈ കണ്ടിന്യൂ ആയിട്ട് വന്ന്. ഇനി ഇത് നമുക്കൊരു ബോർഡറിൻ്റെ ഉള്ളിലേക്കാക്കാം. സെലക്ട് ചെയ്യുക, ബോർഡർ സെലക്ട് ചെയ്യുക, ഓൾ ബോർഡർ. അപ്പോൾ ഒരു ബോർഡറായി. ഇത് എളുപ്പത്തിൽ കീബോർഡിൽ ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് അൺഡു ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഷിഫ്റ്റ് ഏറോ കീ. ഇപ്പോൾ സെലക്റ്റായി. കീബോർഡിൽ ആൾട്ട് പ്ലസ് HBA ഇപ്പോൾ സെലക്റ്റായി, ബോർഡറായി. ഇനിയിപ്പം ഇത് ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ബോൾഡ്, അത് ഷോർട്ട് കട്ടായിട്ട് കീബോർഡിൽ Ctrl+B. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ കീബോർഡ് വിട്ട് ഷോർട്ട് കട്ടായിട്ടാണ് ചെയ്തത്. Ctrl+B. കീബോർഡിൽ Ctrl+B. ഇറ്റാലിക് ആക്കണ കീബോർഡിൽ Ctrl+I. അത് ഇവിടെ ഇറ്റാലിക്കിൻ്റെ ഇതുണ്ട്, ഇങ്ങനെയും ചെയ്യാം. കളർ ഫില്ല് ചെയ്യണമെങ്കിൽ കളർ ഫില്ല് ചെയ്യാൻ പറ്റും.